ഈ മാസം 21, 22, 23 തീയതികളിലായിരുന്നു ബാംഗ്ലൂർ വെച്ച് അഖില ഭാരതീയ പ്രതിനിധി സഭ ചേർന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയാണ് അഖില ഭാരതീയ പ്രതിനിധി സഭ എന്ന് പറയുന്നത്. എല്ലാ സംസ്ഥാന ഭാരവാഹികളും RSSൻ്റെ ഭരണഘടനയനുസരിച്ച് 2000 പേർക്കൊരാൾ എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളും ഉൾപ്പെടെ 1483 പേര് പങ്കെടുക്കേണ്ടിയിരുന്ന പ്രതിനിധി സഭയിലെ 97.3% പ്രവർത്തകരും പങ്കെടുത്തിരുന്നു. വളരെ കുറച്ച് പേര് മാത്രമാണ് പങ്കെടുക്കാതിരുന്നത്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലാണ് ഈ പ്രതിനിധി സഭ നടക്കുന്നത്. ഈ വർഷത്തെ പ്രതിനിധി സഭയുടെ ഒരു പ്രത്യേകത, രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ട് 100 വർഷം തികയുന്നു. അപ്പോൾ അതിൻ്റെ ശതാബ്ദി പരിപാടികളെക്കുറിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാവാൻ ഇടയുള്ള ഒരു പ്രതിനിധി സഭ എന്നുള്ള രീതിയിൽ അത് പ്രാധാന്യമർഹിക്കുന്നു. ഈ വർഷത്തെ പ്രതിനിധി സഭയിൽ ശതാബ്ദി പരിപാടികളെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള റൈറ്റപ്പിൽ ഉണ്ട്. 5-6 പരിപാടികളാണ് അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. 2025 ഒക്ടോബർ 2-ാം തീയതിയാണ് വിജയദശമി വരുന്നത്. 2026 ഒക്ടോബർ 10-നാണ് അടുത്ത വർഷത്തെ വിജയദശമി വരുന്നത്. അപ്പോൾ 2025 ഡിസംബർ വിജയദശമി മുതൽ 2026 വിജയദശമി വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2025 വിജയദശമിയിൽ RSSൻ്റെ മുഴുവൻ പ്രവർത്തകരെയും വിജയദശമി ഉത്സവത്തിൽ പൂർണ്ണ യൂണിഫോമിൽ ഗണവേഷത്തിൽ പങ്കെടുപ്പിക്കുന്ന രീതിയിലുള്ള താലൂക്ക് തല പരിപാടികളാണ് ഉണ്ടാവുക. 2026 വിജയദശമിയിൽ പരമാവധി സ്ഥലങ്ങളിൽ പരമാവധി ശാഖകൾ നടത്തുന്ന ശാഖ എന്നുള്ള അടിസ്ഥാന പ്രവർത്തനത്തിന് ഊന്നിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് 2026 വിജയദശമിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനിടയിലുള്ള ഒരു വർഷ കാലഘട്ടത്തിൽ 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ജനസമ്പർക്ക പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. RSSൻ്റെ 100 വർഷത്തെ യാത്രയിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ അങ്ങനെ വിപുലമായ ജനസമ്പർക്ക പരിപാടികൾ നടത്തിയിട്ടുണ്ട്. 6,25,000-ഓളം ഗ്രാമങ്ങളുള്ള ഇന്ത്യയിൽ ആദ്യമൊക്കെ 1 ലക്ഷം 2 ലക്ഷമൊക്കെ എത്തിയത്. പക്ഷേ ഈ രാമജന്മഭൂമിയുടെ നിധി ശേഖരണവും അതിൻ്റെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച അക്ഷത വിതരണമൊക്കെയായി ബന്ധപ്പെട്ട് 5.5 ലക്ഷം ഗ്രാമങ്ങളിൽ വരെ ആ സമ്പർക്കം എത്തിക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ അതുപോലെ ഏറ്റവും വിപുലമായിട്ടുള്ള ഒരു ജനസമ്പർക്ക പരിപാടിയായ എല്ലാവരിലേക്കും RSSൻ്റെ ഒരു സന്ദേശം എത്തിക്കണം എന്നുള്ള രീതിയിൽ 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു സമ്പർക്ക പരിപാടി ആലോചിച്ചിട്ടുണ്ട്. അതുകൂടാതെ താലൂക്ക് മണ്ഡല കേന്ദ്രങ്ങളിൽ ഏതാണ്ട് പഞ്ചായത്ത് കേന്ദ്രങ്ങൾ പഞ്ചായത്തിനടിസ്ഥാനത്തിലുള്ള ഒരു സംവിധാനത്തെയാണ് RSSൻ്റെ സംഘടനാ ദൃഷ്ടിയിൽ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. മണ്ഡല ഹിന്ദു സമ്മേളനം എന്നുള്ള രീതിയിൽ ഒരു ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഹിന്ദു സമ്മേളനങ്ങളും ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേക പരിപാടികൾ എന്നുള്ള രീതിയിൽ താലൂക്ക് തലങ്ങളിൽ ഹിന്ദു ഏകീകരണം, ഹിന്ദുക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള രീതിയിലുള്ള സദ്ഭാവന ബൈഠക്കുകൾ, ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും പ്രവർത്തനങ്ങളെയും അതിൻ്റെ നേതൃത്വത്തെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന രീതിയിലുള്ള സദ്ഭാവന ബൈഠക്കുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘം അധിഷ്ഠാനമാക്കി പ്രവർത്തിക്കുന്ന ആശയ
നിങ്ങളെ വിശദീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ജില്ലകളിലെ വൈചാരിക സമ്മേളനങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ തരത്തിലും എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സന്ദേശം എത്തണം എന്നുള്ള രീതിയിലുള്ള പരിപാടികളാണ്. വലിയ മെഗാ പ്രോഗ്രാം അല്ല, പക്ഷേ ഔട്ട്റീച്ച് എന്നുള്ള രീതിയിൽ ബഹുജനങ്ങളിൽ എത്തണം എന്നുള്ള രീതിയിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സംഘടനാ വികാസം, സംഘടനാ ദൃഢീകരണം എന്നുള്ള രീതിയിൽ സംഘടനയെ ശക്തമാക്കാനും കാര്യക്ഷമമാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം 10,000-ത്തിലധികം സ്ഥലങ്ങളിൽ അതിൻ്റെ ഒരു ഇന്ത്യയിലൊട്ടുക്ക് സംഘടന പ്രവർത്തനത്തിൻ്റെ വികാസത്തിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സർക്കുലറിൽ തന്നിട്ടുണ്ട്. 1,27,000 ഗ്രാമങ്ങളിൽ ഇപ്പോൾ ഡെയിലി നടക്കുന്ന പ്രവർത്തനമാണ് ശാഖ എന്ന് പറയുന്നത്. ഡെയിലി ഒന്നിച്ചു വരുന്നത്, ആഴ്ചയിലൊരിക്കൽ ഒന്നിച്ചു കൂടുന്നതിനെയാണ് മിലൻ എന്ന് പറയുന്നത്. മാസത്തിലൊരിക്കലെങ്കിലും ഒരുമിച്ച് കൂടുന്ന പ്രവർത്തനത്തെയാണ് സംഘമണ്ഡലി എന്ന് പറയുന്നത്. അതെല്ലാം ചേർന്ന് 1,27,000-ത്തോളം ഗ്രാമങ്ങളിൽ ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 10,000-ത്തിലധികമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ കേരളത്തിൻ്റെ ഒരു കണക്ക്, കേരളത്തിൽ ഏതാണ്ട് 11,200 ഗ്രാമങ്ങളായിട്ടാണ് ഭൂമിശാസ്ത്രപരമായിട്ട് കേരളത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ 6,039 സ്ഥലങ്ങളിൽ നമുക്ക് യൂണിറ്റ് എന്നുള്ള രീതിയിൽ ശാഖ, മിലൻ, സംഘമണ്ഡലി എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമുണ്ട് ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലുമായിട്ട്. അങ്ങനെയുള്ളൊരു സംഘടനാ വികാസവും ഈ വികാസം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു പ്രമേയം ബംഗ്ലാദേശിലെ ഇന്നത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ലോകത്തിൻ്റെ ശ്രദ്ധ അവിടുത്തെ ന്യൂനപക്ഷ വേട്ടയ്ക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും എതിരായിട്ട് ലോകത്തിൻ്റെ മനസ്സാക്ഷി ഉയരണം എന്നുള്ള രീതിയിലൊരു പ്രമേയം പാസ്സാക്കിയിരുന്നു. ശതാബ്ദിയിലേക്ക് ഏത് ഭാവനയോടുകൂടിയാണ് ശതാബ്ദിയെ കാണേണ്ടത് ഓരോ പ്രവർത്തകനും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതിജ്ഞ അവിടെ പൂജനീയ സർസംഘചാലക് നടത്തിയ ബൗദ്ധിക്കിൻ്റെയും അവിടെ വിശദമായി 100 ആൾക്കാർ പങ്കെടുത്ത ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു പുനർസമർപ്പണം എന്നുള്ള രീതിയിൽ ഒരു പ്രതിജ്ഞ പോലെയുള്ള ഒരു റെസൊല്യൂഷനും അവിടെ പാസ്സാക്കിയിരുന്നു. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഭാരതം ലോകാ സമസ്ത സുഖിനോ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ കൃണ്വന്തോ വിശ്വമാര്യം എന്നൊക്കെയുള്ള ഉപനിഷത്തിൻ്റെ സന്ദേശങ്ങൾ, ലോകത്തിൻ്റെ മുഴുവൻ നന്മ ആഗ്രഹിക്കുന്ന ഉപനിഷത്തിൻ്റെ സന്ദേശങ്ങൾ ആണ് ഭാരതത്തിൻ്റെ മെസ്സേജ്, പൗരാണിക ഭാരതത്തിൻ്റെ മെസ്സേജ്. അതേ ലോകത്തിൻ്റെ മുഴുവൻ നന്മ ആഗ്രഹിക്കുന്നതും ലോകത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉറപ്പുവരുത്തുന്നതുമായിട്ടുള്ള ഭാരതത്തിൻ്റെ ചിരപുരാതനമായ സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയും ജീവിത വീക്ഷണവുമാണ് ആയിട്ടാണ് നമ്മൾ ഈ ശതാബ്ദി പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങേണ്ടത്. ആ ഒരു ദൃഢപ്രതിജ്ഞതയോടുകൂടിയാണ് നമ്മളെ ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങളെ കാണേണ്ടത് എന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ഇടക്കാലത്ത് ഈ രാജ്യത്തിന് സംഭവിച്ച വൈദേശിക ആക്രമണങ്ങളുടെയും അതുമൂലമുണ്ടായ ചില അധപ്പതനങ്ങളുടെയും ഫലമായിട്ട് ഈ ആഗോള ദൗത്യത്തിന് ചില ക്ഷീണം സംഭവിച്ചിരുന്നു. അപ്പോൾ അതിനെ വീണ്ടും റെയിലിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് പൂജനീയ ഡോക്ടർജി രാഷ്ട്രീയ സ്വയംസേവക സംഘം ആരംഭിച്ചത്. ധർമ്മത്തിലും സംസ്കാരത്തിലും ഊന്നിയ ഒരു സമാജ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ് പ്രയത്നിച്ചത്. ആ ആഗോള ദൗത്യം നിറവേറ്റാൻ തക്കവണ്ണം ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കണം, കർമ്മനിരതമാക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ദൃഢപ്രതിജ്ഞ എടുക്കണം എന്ന് ഓരോ സ്വയം സേവകനെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രതിജ്ഞയാണ് അത് അവിടെ അംഗീകരിച്ചിട്ടുള്ളത്. അത് ശതാബ്ദി ആഘോഷങ്ങൾക്ക് മുമ്പായിട്ട് ഓരോ പ്രവർത്തകരിലും എത്തിച്ച് മാനസികമായിട്ടും ആശയപരമായിട്ടും പ്രവർത്തകനെ സജ്ജീകരിക്കാനുള്ള പ്രവർത്തനങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പൊതുവെ ഈ ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നത് കൊണ്ട് പൊതുവെ ആ പ്രതിനിധി സഭയുടെ ഒരു ടെമ്പോ വളരെ ആവേശഭരിതമായിരുന്നു. വലിയ ആവേശത്തോടു കൂടിയാണ്, വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരുണ്ടായിരുന്നു, നേപ്പാളിൽ നിന്നുള്ള പ്രവർത്തകരുണ്ടായിരുന്നു,
വിശ്വവിഭാഗം എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് പുറത്ത് 60 രാജ്യങ്ങളിൽ RSSൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകുന്ന പ്രവർത്തകരുണ്ടായിരുന്നു. ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് അംഗീകരിച്ചത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി, കേരളത്തിലെ മാധ്യമങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത്. ഇത് ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മാധ്യമങ്ങളിൽ ആവശ്യമായ പ്രചരണം കൊടുക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. രാഷ്ട്രീയം അല്ല, അതിൽ ചില വിഷയങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. രാഷ്ട്രസങ്കല്പം, ഹിന്ദുത്വം, രാഷ്ട്ര നിർമ്മാണത്തിൽ സ്ത്രീ ശക്തിയുടെ പങ്ക്, സാംസ്കാരിക ദേശീയത, അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളും പിന്നെ അതാത് സംസ്ഥാനത്തിന് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്ന ചില വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയങ്ങൾ ഈ വിചാരസഭകളിൽ വരുന്നുണ്ടാവില്ല. അല്ല, നമ്മുടെ പ്രതിനിധി സഭയുടെ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് പത്രസമ്മേളനം. അപ്പോൾ അവിടെ രാഷ്ട്രീയം ഒരു വിഷയമല്ല. അപ്പം രാഷ്ട്രീയത്തിന് അതീതമായി ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊന്നും രാഷ്ട്രീയം ഒരു ഭാഗമായിരിക്കത്തില്ല, ഒരു തരത്തിലും ആയിരിക്കത്തില്ല. സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനവും കേരളമാണ്. എന്നിട്ട് ഈ 100 വർഷത്തിലേക്ക് എത്തുമ്പോഴും അതിൻ്റെ ആനുപാതികമായി മുന്നേറ്റം BJPയുടെ സംഘടനാ രംഗത്തും രംഗത്തും ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നു. കേരളത്തിലെ പല രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അത് പൊളിറ്റിക്കലായിട്ട് BJP അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അതൊന്നും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളല്ല. നമ്മുടെ പ്രതിസഭയിലെ വിഷയമല്ല. അങ്ങനെ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ നിർത്തിയതാണ്. അത് വേണമെന്ന് വീണ്ടും ആലോചിച്ച് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യും. അല്ല, നമ്മുടെ മൊത്തത്തിൽ ഇന്നത്തെ വിഷയം ഒരു പൊളിറ്റിക്കൽ ചർച്ചയല്ല. BJPയുടെ വിഷയങ്ങൾ BJPയോട് ചോദിക്കണം കുറേയൊക്കെ. അല്ല, ഒരു മിനിറ്റ്. പരിവാർ പ്രസ്ഥാനങ്ങൾക്ക് BJPക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയ്ക്ക് സംഘടനാ സെക്രട്ടറിയെ കൊടുക്കുന്നത് രണ്ട് മാനദണ്ഡങ്ങളാണ്. ഒന്ന്, ആ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ പ്രവർത്തകർ അതിനകത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് കൊടുക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ BJP ഒരു സമ്പൂർണ്ണ സംവിധാനത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഉള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നില്ല, നമ്മുടെ വിലയിരുത്തൽ അതാണ്. അപ്പോൾ അതുകൊണ്ട് നിലവിൽ ആ ഒരു സാഹചര്യം കാണുന്നില്ല. അപ്പം അതിനെക്കുറിച്ച് തൽക്കാലം ആലോചിച്ചിട്ടില്ല. അത് പെർമനൻ്റായിട്ട് നിർത്തിയതാണോ, അത്തരം കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഇരുന്ന് ചർച്ച ചെയ്യാനും പറ്റുന്നൊരു വിഷയമല്ല. ഒക്കെ സംഘടനാപരമായി തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. അത്ര ഒരു ബന്ധമില്ലാത്ത ഒരാളെ സംഘവുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരാളെ പ്രദേശ സ്ഥാനത്തേക്ക് വെച്ചിരിക്കുന്നു. RSS ഒരിക്കലും BJPയുടെ എന്തെങ്കിലും സംഘടനാ സമ്മേളനത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ അല്ല BJPക്കുള്ളത്. BJP ഒരു സ്വതന്ത്ര സംഘടനയാണ്. അതിന് എല്ലാ ബൂത്ത് തലം വരെ സംഘടനയുണ്ട്. ബൂത്ത് തലം മുതൽ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഭാരവാഹികളെയും തെരഞ്ഞെടുത്ത പ്രക്രിയയുടെ അവസാനമാണ് സംസ്ഥാന സമിതി യോഗം ചേർന്ന് ഏകണ്ഠമായി രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തത്. അതിനുള്ളിൽ RSS ഒരു തരത്തിലുള്ള സ്കോപ്പില്ല. അത് രാജീവ് ചന്ദ്രശേഖർ അല്ല, അത് BJP ചെയ്തു. അത് BJP. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി അവരോധിക്കപ്പെട്ട ചടങ്ങ് നിങ്ങളെല്ലാവരും നിരീക്ഷിച്ചിട്ടുണ്ടോ? പത്രക്കാരായതുകൊണ്ട് തീർച്ചയായിട്ടും എത്ര ആവേശത്തോടു കൂടിയാണ് സംഘടന അത് ഏറ്റെടുത്തത്. അപ്പം അതിലൊരു ആശയക്കുഴപ്പമില്ല. RSSന് അതിലൊരു നീരസമില്ല. BJPക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാനും നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു ഘട്ടത്തിൽ RSS വലിയ രീതിയിൽ BJPയെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വലിയൊരു നേട്ടം കേരളത്തിൽ കൈവരിക്കാൻ കഴിയുന്നത്. പക്ഷെ പിന്നീട് RSS പിന്നോട്ട് മാറുകയും BJPക്ക് അത് വോട്ടിംഗ് നിലയിൽ തന്നെ അത് പ്രകടമാകുകയും ചെയ്തു.
അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് ചോദിക്കുന്നത്. അല്ല, ബി ജെ പിയെ സഹായിച്ചു എന്നുള്ളതല്ല. RSSന്റെ ഇപ്പം നമ്മുടെ ഈ ജന്മശതാബ്ദിയുമായി ഈ ശതാബ്ദി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് 5 കാര്യങ്ങളിൽ RSS ഊന്നൽ കൊടുക്കുന്നു. 5 കാര്യങ്ങളൊന്നും നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ശാക്തീകരണം എന്നുള്ളതാണ്. 2 സമാജത്തിൽ തുല്യത ഉണ്ടാക്കുക എന്നുള്ളതാണ്, സാമാജിക സമരസത എന്ന് പറയുന്നത്. 3 പൗരധർമ്മം എന്നുള്ളതാണ്. 4 പരിസ്ഥിതി എന്നുള്ളതാണ്. 5 സ്വദേശി എന്നുള്ളതാണ്. അതിൽ ഈ പൗരധർമ്മത്തിൻ്റെ ഭാഗമാണ് RSSന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം എന്ന് പറയുന്നത്. പരമാവധി ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കുകയും അവസാനത്തെ ആളിനെ വരെ വോട്ട് ചെയ്യിക്കുകയും ചെയ്യുക എന്നുള്ളതൊരു ശക്തമായ ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ എത്രമാത്രം ആളുകൾ വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നോ അത്രമാത്രം നല്ലൊരു ഭരണ സംവിധാനം വരുമെന്നുള്ളതാണ് RSSന്റെ അടിസ്ഥാനം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് RSSന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. BJPക്ക് വേണ്ടിയാണത് ചെയ്യുന്നത് എന്ന സങ്കല്പത്തോടു കൂടിയല്ല ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും BJPക്കാണ് അതിൻ്റെ ഗുണം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് കിട്ടുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ഇനിയും തുടരും. നമ്മൾ ഒരു ഘട്ടത്തില് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പത്രസമ്മേളനം ആദ്യം ഈശ്വരി സൂചിപ്പിച്ചു. സത്യത്തിൽ അങ്ങനെയുള്ള വരാനിരിക്കുന്ന ഒരു വർഷം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശതാബ്ദി വർഷമാണ്. അപ്പോൾ പ്രതിനിധിസഭയിൽ അതുമായി ബന്ധപ്പെട്ട് നിരവധി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഈശ്വർജി കൂടുതൽ വിശദീകരിക്കാത്തത് അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി വരും എന്നുള്ളതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. ആ നിലയിലേക്ക് ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കുന്നത് RSSന്റെ രാഷ്ട്രീയ മുഖം BJPയിലൂടെയാണ് കേരളത്തിൽ കാണുന്നത്. സ്വാഭാവികമായി അത്ര ചോദ്യങ്ങൾ ഉണ്ടാവും. നമ്മൾ മറച്ചു വെക്കുന്ന നേരത്തെ പറഞ്ഞു, മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഉള്ള കാര്യം തോന്നുന്നതിന് പറയാനുള്ളതാണ്. നമുക്കറിയാവുന്നതാണ് RSSന്റെ രാഷ്ട്രീയ മുഖം BJPയാണ് കേരളം. അപ്പൊ കേരളത്തിൽ BJPയുടെ അധ്യക്ഷനായിട്ട് പുതിയൊരാൾ ഒരു വ്യവസായികൾ അപ്പൊ അയാൾക്ക് RSSുമായിട്ടുള്ള താഴെത്തട്ടിലുള്ള ബന്ധങ്ങളൊന്നുമില്ല. അപ്പൊ അയാൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് RSS എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താണ് RSSന്റെ കാണുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരവാദിത്വം. അതെ, നമ്മളതിൻ്റെ ഉത്തരവാണ് പറഞ്ഞത്. BJPയുടെ സംഘടനാ സംവിധാനത്തിൻ്റെ പൂർണ്ണമായ സംവിധാനത്തിൻ്റെ അറിവോടും സമൂഹത്തോടും പ്രവർത്തകരുടെ ഇഷ്ടത്തോടും കൂടിയാണ് വന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആ താല്പര്യം തന്നെയായിരിക്കും RSSന്റെ താല്പര്യം, അതിനോട് ചേർന്ന് നിൽക്കുന്ന താല്പര്യമായിരിക്കും എന്താണെങ്കിൽ. അതല്ല നമ്മുടെ സംശയം എന്തറിയോ, സംഘടനാ സംവിധാനമായിട്ട് താഴെ തട്ടിൽ ബന്ധമില്ലാത്ത ആളാ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുമ്പോ സംഘത്തിൽ നിന്ന് ഈ ഓർഗനൈസിംഗ് സെക്രട്ടറിയെ വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഇപ്പോൾ അല്ല, അത്തരം വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അത് ചർച്ച ചെയ്യേണ്ട ഘട്ടമായിട്ടില്ല. ഒരു ഘട്ടത്തിൽ ഒരു വാർത്ത പുറത്തു വന്നത്, അതായത് RSSന്റെ പ്രവർത്തകരെ കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സ്ഥാനാർത്ഥികളാക്കാനുള്ള തീരുമാനം ഉണ്ടെന്നല്ല, അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ ഈ പത്രസമ്മേളനത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു ഉദ്ദേശം കൂടെ നമ്മൾ ഉൾക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രതിനിധി സഭയിലെ കൂടെ എടുത്ത തീരുമാനങ്ങളും ആശയങ്ങളും നിങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ളതാണ്. അല്ലാത്ത ചോദ്യങ്ങൾ വ്യക്തിപരമായിട്ട് മറ്റു ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഉണ്ടായാൽ അത് ആ മെസ്സേജ് ഡൈവേർട്ട് ചെയ്ത് പോകും. അത് വ്യക്തിപരമായിട്ട് ചോദിക്കാം, ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം അത്തരം കാര്യങ്ങൾ. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് ആശങ്കപ്പെടേണ്ട സമയങ്ങളിൽ നമ്മളങ്ങനെ RSSന്റെ പ്രമേയങ്ങളൊക്കെ റിവ്യൂ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു സമകാലിക ഇഷ്യൂ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ബംഗ്ലാദേശിൽ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു പ്രമേയം ഇതാണ് വന്നിട്ടുള്ളത്. ഇത്തരം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കയ്യിലില്ല. ഇപ്പം മണിപ്പൂരിനെ കുറിച്ച് ഈ പ്രതിനിധി സഭയിലും മണിപ്പൂരിലെ നിലവിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചർച്ച ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു റീബിൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച്, അവിടുത്തെ ജനജീവിതത്തെ സാധാരണ നിലയിൽ കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൽ RSS നിർവഹിക്കുന്ന പങ്കിനെക്കുറിച്ചും അവിടെ റിപ്പോർട്ട് ചെയ്തു. അല്ല, ലോകത്തിലെ ന്യൂനപക്ഷങ്ങളെ ഏറ്റവും സ്വാതന്ത്ര്യവും അവകാശങ്ങളും അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം എന്നാണ് നമ്മുടെ വിലയിരുത്തൽ. സമാനമായ പ്രോബ്ലം ഇല്ല ഇന്ത്യയിൽ. ജനാധിപത്യ സംവിധാനം എന്നുള്ളവരേക്ക് എല്ലാ വിഭാഗങ്ങൾക്കും അവരുടെ പ്രശ്നങ്ങളുണ്ട്.
എല്ലാവർക്കും ഉണ്ട്. അത് ഭൂരിപക്ഷത്തിനും കാണും, ന്യൂനപക്ഷത്തിനും കാണും. അല്ല, RSSനെ സംബന്ധിച്ചിടത്തോളം അല്ലല്ല, ആ നിലപാടല്ല. RSSനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ജനങ്ങളെ ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും രണ്ടായി തിരിക്കുന്ന സംവിധാനമില്ല. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലല്ല, നമ്മൾ അത് പ്രമേയത്തെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ രണ്ടുകൂടെ കൂട്ടിക്കൊഴിച്ച പ്രശ്നമാവും. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റത്തില്ല. ബംഗ്ലാദേശിലെ പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അയൽ രാജ്യം എന്നുള്ള നിലയ്ക്കും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് പ്രമേയമാണ്. ഭാരതത്തിനുള്ളിലെ സംബന്ധിച്ചിടത്തോളം RSSന്റെ കൺസെപ്റ്റിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷം എന്ന രണ്ട് വ്യത്യാസമില്ല. എല്ലാവരും ഭാരതീയരാണ്. എല്ലാവരും ജന്മം കൊണ്ടും സംസ്കാരം കൊണ്ടും അവരുടെ പൂർവികത കൊണ്ടും, നിലവിലെ ഇന്നത്തെ ജന്മത്തിൽ ചിലപ്പോൾ തലമുറകൾക്ക് വ്യത്യാസം കാണാം, പക്ഷെ അവർ ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളുന്നവരാണ്. എല്ലാവരും ഒരു സമാജത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഒരു ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവ് ഇല്ല എന്നുള്ളതാണ് RSSന്റെ അടിസ്ഥാന കാഴ്ചപ്പാട്. അല്ല, അത് പോലീസ് അത് ഭരണകൂടവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അല്ല, അത് ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇറ്റ് ഡസ് നോട്ട് ഡീൽ വിത്ത് RSSനകത്ത് നോക്കിയിട്ടില്ല. RSSന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് RSSനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ജൈന, സിഖ് ഇതെല്ലാം ചേരുന്ന ഭാരതീയ എന്ന് പറഞ്ഞ കൺസെപ്റ്റാണുള്ളത്. അല്ല, അത്തരം വിഷയങ്ങൾ നമ്മുടെ ഇതിൽ ചർച്ച ചെയ്തിട്ടില്ല. നമ്മുടെ പ്രതിനിധിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ചത് സുരേഷ് പ്രഭയെ പോലെയുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ പോലെയുള്ള ആളുകളൊക്കെ BJPയിലേക്ക് വരുന്നുണ്ട്. RSSലേക്ക് അത്തരം സമൂഹത്തിൽ ഒരു മുഖമായി നിൽക്കുന്ന ആളുകളെ കൊണ്ടുവരാനുള്ള ഉണ്ടാവും. RSSനും അങ്ങനെ ധാരാളം പേരുണ്ട്. പിന്നെ RSSനൊരു സംഘടനാ സ്ട്രക്ചർ ഉണ്ട്, ശാഖ, അങ്ങനെയൊക്കെയുള്ള സ്ട്രക്ചർ. അപ്പോൾ അതിൽ കൂടെ വരുന്നവരാണ് RSSന്റെ പ്രവർത്തകരായി മാറുന്നത്. പക്ഷേ RSSന്റെ വലിയ ഇപ്പോൾ ഈ ശതാബ്ദി കാലത്തെ നമ്മുടെ മുന്നേറ്റത്തിനുള്ള ഒരു അടിസ്ഥാന ശക്തി എന്ന് പറഞ്ഞാൽ സജ്ജന ശക്തി. RSSനെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന വലിയൊരു ജനവിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. ആ സമൂഹത്തെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി ഈ വർഷത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ അതിൻ്റെ ആ സജ്ജന ശക്തിയിൽ പെടുന്നവരാണ്. അവരെ നമുക്ക് ഈ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പക്ഷേ പ്രവർത്തകരെന്ന് പറയുമ്പോൾ ശാഖയിൽ വന്ന് അതിൻ്റെ പ്രവർത്തന പരിപാടികളിൽ പങ്കാളികളായി വരുന്നവരാണ് RSSന്റെ ഒരു പ്രവർത്തകരായി മാറുന്നത്. ട്രംപ് അധികാരമേറ്റതിനു ശേഷം അവിടെ ഇന്ത്യക്കാരൊക്കെ ബന്ധനസ്ഥരാക്കി അയക്കുകയുണ്ടായി. അതിനെ കുറിച്ച് എന്തെങ്കിലും RSSന്റെ ചർച്ചയോ ട്രംപ് വന്നതിന് ശേഷം അതിനെക്കുറിച്ചൊന്നും അവിടെ ചർച്ച ഉണ്ടായിട്ടില്ല. അവിടെ ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. ആ വിഷയങ്ങൾ തന്നെ ടൈം ഫ്രെയിമിൽ നിർത്തി ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നാട്ടിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും RSS മറുപടി പറയാറില്ല. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പം നാട്ടിൽ ഓരോ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും എല്ലാ ദിവസവും മറുപടി പറഞ്ഞ് ശീലിച്ച ഒരു സംഘടനയല്ല RSSനെ കുറിച്ച് എല്ലാവരും അഭിപ്രായം പറയാറുണ്ട്. അതല്ല RSS കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രശ്നത്തിലും RSSന്റെ സമീപനം എന്നുള്ളതിലേക്ക് ചോദിച്ചാൽ ഉത്തരവില്ല. അതിനെ നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? RSS എല്ലാ നാട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിലും RSS ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇത്തരം പത്രസമ്മേളനം പോലും RSS യാദൃശ്യങ്ങളിലാണ് നടത്താറ്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ RSSന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ രാജ്യസുരക്ഷ ഏറ്റവും പ്രധാനം പറയുന്ന ഒരു സംഘടനയ്ക്ക് ആശങ്കയില്ല എന്നല്ലല്ലോ അതിനർത്ഥം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ട് ഞാൻ അതിനോട് സമ്മതിക്കാൻ ഇപ്പൊ അതിനെക്കുറിച്ച് സമ്മതിക്കാനല്ല നമ്മൾ ഈ പത്രസമ്മേളനം വെച്ചത്. ആശങ്കയില്ല എന്നല്ല പറഞ്ഞത്. ഇപ്പൊ അതിനെക്കുറിച്ച് സമ്മതിക്കാനല്ല. അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കും. RSSന്റെ ഒരു മാറ്റർ അല്ല അത്. സംസ്കാരം
RSS വ്യക്തി നിർമ്മാണ പ്രവർത്തനത്തിൽ ഊന്നി നിന്ന് ശാഖയിൽ പ്രവർത്തകരെ കൊണ്ട് അവരിൽ ദേശസ്നേഹവും അച്ചടക്കവും സമർപ്പണ ബോധവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഒരുപാട് ഇഷ്യൂസ് നാട്ടിലുണ്ട്, അതെല്ലാം RSSന് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അതിന് വേറെ വേറെ സംഘടനകളുണ്ട്. ഇപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, ഹിന്ദു സമാജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വിവിധ സംഘടനകളുണ്ട്. അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, അവരുടെ നിലപാട്. അതും RSSൻ്റെ അഭിപ്രായം തന്നെയാണ്. ക്ഷേത്ര സംരക്ഷണ സമിതി ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ RSS അത് ഓൺ ചെയ്യുന്നുണ്ട്. അവരാണ് അത് പറയാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാർ. ഈ വിഷയത്തിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ഉണ്ടാവണമെന്ന് താല്പര്യപ്പെടുന്നു. അത് ഒക്ടോബർ 25 മുതലേ അത് ആരംഭിക്കുന്നുള്ളൂ. ഒക്ടോബർ 25 മുതൽ ഒക്ടോബർ 26 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അതിൻ്റെ പ്രിപ്പറേറ്ററി ടൈമാണ്. ഇപ്പോൾ ഇനി 5-6 മാസം അതിന് വേണ്ടിയിട്ടുള്ള ശില്പശാലകളും മീറ്റിങ്ങുകളും ഒക്കെ നടക്കും ഈ സമയത്ത്. അതാണ് ഒരു 5-6 പരിപാടി നേരത്തെ സൂചിപ്പിച്ചു. നിങ്ങൾ വിശ്വഹിന്ദു പരിഷത്ത് അതിൻ്റെ ഒരു അഭിപ്രായം പറയും. RSS ഈ കാര്യങ്ങളിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ കാര്യങ്ങളിലും RSS മറുപടി പറയാറില്ല. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നിലപാട് പറഞ്ഞു. അങ്ങനെയില്ല, കോൺട്രഡിക്റ്റ് ആയെന്ന് പറഞ്ഞിട്ടില്ല.